ഹലോ പടച്ചോനെ, ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട പോലെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. എൻ്റെ ഐശ്വര്യനെ നിൽക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യമില്ലഞ്ഞിട്ടും ഗൾഫിൽ പോകാൻ തീരുമാനിച്ചതും മാമാനോട് വിസ ശരിയാക്കി തരാൻ പറഞ്ഞതും. വിസ ശരിയായി, പക്ഷെ ഒരു ബോണസ് പോലെ ലൈലാനെ എന്നെ ഏൽപ്പിക്കാനാ മാമാന്റെ തീരുമാനം. ഒരു 25,000 ഉറുപ്പിയുണ്ട്. നിക്കെന്തിനാ മാമ ഇപ്പൊ ഇത്രയും കാശ്? മാമാനെ വച്ചാ മതി, അത്യാവശ്യം വരുമ്പോ എനിക്ക് ചോദിക്കാലോ. ഈ അങ്ങനെ പറയരുത്, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ ഈ ഇപ്പൊ ഇത് വാങ്ങണം. ആ കോയാ മനസ്സിലെ മുഹമ്മദ് അലിക്ക് ഇതുകൊണ്ട് കൊടുക്ക. ഓന്റെ മോൻ ദുബായിക്ക് പോവാ, കാര്യം ഇത്തിരി ടൈറ്റാ. ആയ കാലത്ത് ഓൻ ഒത്തിരി സഹായിച്ചിട്ടുള്ളതാ, പഴയതൊന്നും മറക്കരുതല്ല. ഇതൊക്കെ ഇത്രയും നാളെ ജമാലല്ല ചെയ്തോണ്ടിരുന്നത്, ഓനെ ഏൽപ്പിച്ചാ മതി. ഓനല്ല ഇവിടുത്തെ കാര്യസ്ഥന്റെ വേഷം. ഓന്റെ കാര്യങ്ങൾ തന്നെ ഞമ്മളായിപ്പോ നോക്കണം. പിന്നെ ഓൻ ഞമ്മടെ കാര്യം നോക്കും. നേരം വെട്ടം വെച്ചപ്പോ പോയതാ, ഇപ്പൊ ഏതെങ്കിലും സംവിധായകന്റെ മൂട്ടി പോയി കുത്തിയിരിപ്പുണ്ടാവും. നീ ചായ കുടിച്ചാ? ഇല്ല മാമ. എങ്കി വേഗം പോയി കൊടുത്തും ബാ, ഉച്ചക്ക് ഊണ് കഴിക്കാം. ഓൻ അവിടെ ഇല്ലെങ്കി ഓന്റെ ബീവിന്റെ അടുത്ത് കൊടുത്താലും മതി. അല്ലോ കാറിന്റെ നടുപൊടി. അതെ, ഇത് ഡബറും കൊണ്ടുണ്ടാക്കിയതൊന്നും അല്ല, പതുക്കനെ അടച്ചാലും അടയും കേട്ടാ. തീവ്രവാദികള് ബോംബ് പൊട്ടിക്കണ പോലെയല്ലേ കാറിന്റെ വാതിലടക്കി. എന്ത് വേണം? മഹാദേവൻ സാറിനെ ഒന്ന് കാണണം. എന്തിനാ? ഏയ് ഒന്നിനല്ല, വെറുതെ കാണാനാ. അങ്ങനെ വെറുതെ വന്ന് കാണാൻ ഇത് കാഴ്ച ബംഗ്ലാവും അകത്തിരിക്കുന്നത് കുരങ്ങനൊന്നുമല്ല. ചാൻസ് ചോദിച്ചു വന്നതായിരിക്കും അല്ലേ? ചേട്ടൻ ആള് ഭയങ്കര എങ്ങനെ മനസ്സിലായി? എടോ, ഇതുപോലെ ജോലിയും കൂലിയും ഇല്ലാതെ വരുന്ന പലരെയും സ്ഥിരം ഞാൻ കാണുന്നതല്ലേ. ഇതുപോലെ വരുന്ന ആരെയും അകത്ത് കയറ്റി വിടരുതെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. താൻ പോയേ, ഇവിടെ നിന്ന് വെറുതെ വെയില് കൊള്ളണ്ട. അതാ പറഞ്ഞത്, ഭയങ്കര വെയില്. ചേട്ടൻ ഗേറ്റും തുറക്ക്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഒന്നും സംസാരിക്കണ്ട, തന്നെ അകത്ത് കയറ്റിയാലേ ഞാൻ പുറത്താകും. എന്റെ ജോലി കളയാൻ എനിക്ക് പറ്റില്ല. അതോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട, ഇവിടത്തെ ജോലി വേണമെങ്കിൽ പോട്ടേട്ടാ. ഒരു 5 വർഷം കഴിഞ്ഞാ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവും. അപ്പൊ ചേട്ടൻ എന്റെ വീട്ടിൽ ജോലിക്കുന്നോ? അതിനു മുമ്പുള്ള 4 കൊല്ലം ഞാനെന്താ തെണ്ടി തിന്നു? തെണ്ടി തിന്നാതിരുന്നാ പോരെ. നീ ഇവിടെ നിന്ന് വലിയ വർത്താനൊന്നും പറയണ്ട, പോയെ പോയെ പോയെ. അപ്പൊ അകത്തേക്ക് കയറ്റി വിടില്ല അല്ലേ? എന്നാ താൻ നോക്കിക്കോ, ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവും. എല്ലാവരും എന്റെ ഡേറ്റ് വെച്ച് പുറകടക്കുമ്പോ നമ്മൾ തമ്മിലുള്ള ഈ പരിചയത്തിന്റെ പുറത്ത് ഞാൻ തനിക്കൊരു ഡേറ്റ് തരും. താനുള്ളതെല്ലാം വിറ്റുപെറുക്കി എന്നെ നായകനാക്കി ഒരു സിനിമ പിടിക്കും. ആ സിനിമ പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാരടങ്ങി പോകടോ. താനും താന്റെ കുടുംബം ആത്മഹത്യ ചെയ്യടോ. നോക്കിക്കോടോ. ഓരോരോ പ്രാന്തന്മാര് വലിഞ്ഞു കയറി വന്നോളും. അത് ശരി, ഞാൻ ഇതിനകത്ത് നീയായിരുന്ന ഞാൻ സാറിനെ കണ്ടിട്ടേ പോകൂ. വണ്ടി പുറത്തേക്ക് എടുക്കണോ? തന്നെ ഞാനാ വിളിച്ചുകൊണ്ടോന്ന്. ഇവിടുന്ന് ഒരു അടിയാണെങ്കിലുണ്ടല്ലോ ഇവിടെ വരാൻ പറഞ്ഞ കേക്കത്തില്ലേ? എന്താ ഇവിടെ താനോ? എടോ, തന്നോട് ഞാൻ ലൊക്കേഷൻ വന്നപ്പോ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, തനിക്ക് പറ്റിയ വേഷമൊന്നും എന്റെ പടത്തിലില്ല. അങ്ങനെ പറയരുത് സാർ. ഒത്തിരി കാലമായി സാർ ഞാനൊരു ചാൻസിന് വേണ്ടി അലഞ്ഞു തിരിയണത്. സാറെങ്കിലും എന്നെ കൈവിടിയരുത് സാർ. എടോ, തന്റെ ഈ മുഖത്തിന് പറ്റിയ വേഷമൊന്നും എന്റെ പടത്തിലില്ലെന്ന്. വേറെ ആരെങ്കിലും മുഖത്തിന് പറ്റിയ വേഷം ഉണ്ടാവുമല്ലോ സാർ, അതൊന്നും എടുത്ത് മറിച്ചു തന്നാ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ സാർ ഒരു കാര്യം ഓർക്കണം, ദിനോസറിന്റെ രൂപത്തിനോ ഭാവത്തിനോ പറ്റിയ ഒരു സിനിമയോ കഥയോ ഇവിടെ ഉണ്ടായിരുന്നു സാർ. എന്നിട്ടും ദിനോസറിനെ നായകനാക്കി ജുറാസിക് പാർക്ക് എന്ന പേരിൽ ഒരു സിനിമ ഉണ്ടാക്കിയില്ലേ സാർ?
പ്ലീസ് സാർ. താൻ എന്താ ഈ കാണിക്കുന്നത്? കാലെന്ന് വിടോ. എന്താ ഈ എങ്ങനെയെങ്കിലും കാണിക്കുന്നത്? എനിക്കൊരു ചാൻസ് തരണം സാർ. താൻ എന്റെ കാലെന്ന് പിടിപെടാൻ തന്നോടാ പറഞ്ഞത്. മാറില്ല സാർ. ഇയാളെന്ന് എടുത്ത് മാറ്റണം. ഉള്ള ചാൻസ് കൂടി പോയി. അയ്യോ, എന്റെ സോറി സാർ. ദൈവമേ. പ്ലീസ് Sorry. സാർ. ഞാൻ കാല് പിടിക്കാം സാർ. ഇനി താൻ എന്റെ കാല് പിടിക്കാൻ വന്നാൽ തന്റെ തല അടിച്ചു വിളിക്കും. ആ സാർ ഇങ്ങോട്ട് കയറ്റി വിടാഞ്ഞിട്ട് ടാക്സി വിളിച്ചാണ് സാർ ഞാൻ വന്നത്. സാർ എനിക്കൊരു വേഷം തന്നില്ലെങ്കിൽ ഇത്തിരി വിഷമെങ്കിലും മേടിച്ചു തരാം സാർ. എടോ, ഒരു പ്രൊഡ്യൂസർ ഇല്ലാഞ്ഞിട്ട് ഞാൻ തന്നെയാ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ സാറിന് ആരോട് ചോദിക്കണ്ടല്ലോ സാർ. സാറിന് ധൈര്യമായിട്ട് എനിക്കൊരു ചാൻസ് തരാമല്ലോ. തനിക്ക് പറ്റുമെങ്കിലേ പോയിട്ട് ഒരു 25,000 രൂപ സംഘടിപ്പിച്ചിട്ട് വാ. എന്തിനാ സാർ? പലിശ കൊടുക്കാനാണോ? അതിനല്ലടോ, തനിക്ക് ഞാൻ വേഷം ശരിയാക്കി തരാം. സിനിമ കഴിയുമ്പോ തന്റെ പൈസ മടക്കി തന്നേക്കാം. ഉറപ്പാണോ സാർ? ഉറപ്പ്. പറ്റിക്കില്ലല്ലോ. ഇല്ല, തനിക്ക് പറ്റുമെങ്കിൽ നാളെ തന്നെ കൊണ്ടുവാ. ഓക്കെ? 25,000 രൂപ ഉണ്ടാവോ? 25,000 രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചാ മതി. എവിടെന്നാ ഒപ്പിക്ക? വഴിയുണ്ട്. എടോ എടോ എടോ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോടോ. തള്ളല്ലേടോ. ജമാലെ, നീ ഇതെങ്ങോട്ടാ? വന്ന് വണ്ടി കയറാ. നീ ഇതെങ്ങാടാ എന്നെ കൊണ്ട് പോണ? ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിനൊരു പേരൊന്നുമില്ലേ? നിനക്കറിയാവുന്ന സ്ഥലം തന്നെയാ. ആ കോയ മനസ്സിലെ മുഹമ്മദ് അലിയുടെ വീട്ടിലേക്കാ. എന്തിന്? അങ്ങേർക്ക് കൊടുക്കാനേ മാമ കുറച്ച് കാശ് തന്നുണ്ട്. കാശ എത്ര രൂപയുണ്ട്? 25,000 രൂപ. എവിടെ? ദാ. തനിക്ക് പറ്റുമെങ്കിലേ പോയിട്ട് ഒരു 25,000 രൂപ സംഘടിപ്പിച്ചിട്ട് വാ. എന്നിട്ട് നീ ആ സംവിധായകൻ പറഞ്ഞ് വിശ്വസിച്ചാ? ഇതൊക്കെ എല്ലാ സംവിധായകരും പറയുന്നതാ. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ബന്ധപ്പെട്, അപ്പൊ നോക്കാന്ന്. ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടാ? ഇതിപ്പോ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാ കാശ്. വണ്ടി ഒന്ന് നിർത്തിക്ക. എന്തേ? ആലിക്കാന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. എന്തേ? ഇന്നാളെ മൂപ്പരായിട്ട് ഒരു കസവിച്ച് ഉണ്ടായതാ. ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. അതുകൊണ്ടാ. അതൊന്നും സാരില്ലെന്ന് കാശ് കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാ. ഏയ് ശരിയാവില്ല. നീ വണ്ടി നിർത്തിക്കേ. വണ്ടി നിർത്തടാ. അവനെ കൊണ്ട് ശല്യായില്ലോ. ഓക്കേടാ, ഞാൻ വേഗം പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ എന്നെ കണ്ടില്ല, നീ അന്വേഷിക്കണ്ട. ഞാൻ അങ്ങ് എത്തിക്കോളാം. ചേട്ടാ ഒരു ലിഫ്റ്റ് തരും ചേട്ടാ, ബസ് വിട്ടുപോയി ചേട്ടാ. ആ, കേറിക്കോളൂ. നോക്കിയാടോ വണ്ടി ഓടിക്കണ. അയ്യോ ചേച്ചി ഞാനത് പറയട്ടെ. ചേട്ടാ ദേ അവിടെ ഒന്ന് നിർത്തിയ കേട്ടോ. ഓക്കെ ഏട്ടാ, വലിയ ഉപകാരം. ചേട്ടനെ കണ്ടാൽ ഞാൻ പെട്ടുപോയനെ. ഓക്കെ, താങ്ക്സ്. ശരി. കാശവിടെ? പടച്ചോനെ, കാശ് കാണാനില്ലല്ലോ. ജമാലെ, 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 ഇവനെന്തിനു ഓടുന്നേ? ജമാലെ, ജമാലെ നിക്കാൻ. ചേട്ടാ വേഗം വണ്ടി വിട്. എങ്ങോട്ടാ പോട്ടെ? പോട്ടേന്ന്. വണ്ടി നിർത്താൻ. ഓ, രക്ഷപ്പെട്ട്. ജമാലെ, നീ എന്തിനാ ഓടിയത്? നീ ഓടിച്ചിട്ടുണ്ടല്ലേ ഞാൻ ഓടിയത്? നീ ഓടിയോണ്ടല്ലേ ഞാൻ പുറകെ ഓടിയത്? നീ ഓടിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാരും ഞാൻ വിചാരിച്ചു നീ കാശ് എടുത്ത് ഓടിയാണെന്ന്. ഏത് കാശ്? ഓൻ തന്നെയായിരിക്കും എടുത്തത്. ആര്?
ഹാ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ലിഫ്റ്റ് വെച്ച് കയറിയില്ലേ അവൻ. അപ്പോ എന്നെ സംശയമില്ല, ഇത് ഓന്റെ തലയിൽ തന്നെ വെച്ചു കൊടുക്കാം. ഡാ, നീ എന്നൊന്നും മിണ്ടാത്തെ. അല്ല, ഈ നീ എന്തിനീ വഴി കാണണവനെ കാറി പിടിച്ച് കയറ്റണത്? ഇനിയിപ്പോ ഓനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. നടന്ന കാര്യങ്ങളൊക്കെ മാമാനോട് ചെന്ന് പറ. മാമ വീണ്ടും ഒരു 25,000 കൂടി തന്നാലോ? ഏയ് മാമാനോടൊന്നും പറയാൻ പറ്റില്ല. വേറെ എവിടെന്നെങ്കിലും. വേറെ എവിടെന്ന്? എവിടെന്നെങ്കിലും. ഡാ നീ കേറുന്നില്ലേ? അല്ല, ഞാൻ കാണാനുള്ള ആളെ കണ്ടിട്ട് അങ്ങോട്ട് ഞാൻ വരാം. ആ. അങ്ങനെ ഈ ജമാലും ഒരു സിനിമ നടനാകുമ്പോ എന്റെ പടച്ചോനെ, ഒരു സൂപ്പർ സ്റ്റാറുള്ള മോഹം കൊണ്ട് ചെയ്തു പോയതാ. പുറത്തേക്കണേ.